ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഉച്ച ഊണ് കാണിക്കാനായിട്ടാണ് വന്നത്. നല്ല കുത്തരി ചോറ്, ചമ്പാവരി എന്ന് പറയും, കുത്തരി കൊണ്ടുള്ള ചോറുണ്ടാക്കിയിട്ടുണ്ട്. കപ്പ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഈ രീതിയിൽ ചോറിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കപ്പ ഉടച്ച് വെച്ചിട്ടുണ്ട്. പയറ്, വള്ളിപ്പയറെന്ന് പറയും, അച്ചിങ്ങപ്പയറെന്ന് പറയും. സാധാരണ വടക്കോട്ട് ആലപ്പുഴയിലും കോട്ടയത്തൊക്കെയുള്ള സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് അച്ചിങ്ങ എന്നാണ്. ഞങ്ങളുടെ നാട്ടിലിത് വള്ളിപ്പയറെന്നോ പിടിപ്പയറെന്നോ ഒക്കെയാണ് പറയുന്നത്. ഞാൻ ആ വള്ളിപ്പയർ വാങ്ങിച്ച് മെഴുക്ക് പുരട്ടിയിട്ടുണ്ട്. ചീര, വീട്ടിലെ ചീര തന്നെയാണ്. ചീരയും ഞാൻ മെഴുക്ക് പുരട്ടി, തേങ്ങ അധികം ചേർക്കണ്ട എന്നുള്ള രീതിക്ക് തോരനാക്കിയിട്ടില്ല. ചീര കൊണ്ട് മെഴുക്ക് പുരട്ടാൻ എടുത്തത് ഒരു സവാള, 2 പച്ചമുളക്, ചീര ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് ശകലം വെളിച്ചെണ്ണയിലാണ് മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. വേറെ ഉപ്പും കൂടെ ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം. നല്ല ടേസ്റ്റാണ്. വീട്ടിലെ ചീര ആയതുകൊണ്ട് വളമൊന്നും ചേരുന്നതല്ലല്ലോ, അത് നല്ല ടേസ്റ്റാണ്. ഇത് കൊഴിയാള മീനാണ്. ഞങ്ങളുടെ ഇവിടെ ഇത് കൊഴിയാള മീനെന്ന് പറയും. എൻ്റെ ഇവിടെ നിൽക്കുന്ന സിസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ണി അയല എന്നാണ് അവർ പറയുന്നത്. കണ്ണി അയല എനിക്കതറിയത്തില്ലായിരുന്നു. ഇവരൊക്കെ വന്ന് എൻ്റെ വീട്ടിൽ നിന്നത് കാരണമാണ് ഇതിൻ്റെ പേര് കണ്ണി അയലയെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലിവിടെ ട്രിവാൻഡ്രം സൈഡിൽ ഇതിനെ പറയുന്നത് കൊഴിയാള എന്നാണ് പറയുന്നത്. കൊഴിയാള മുരിങ്ങക്കായിട്ട് വെച്ചതാണ്. ചാറിട്ടാണ് ഇന്ന് കറി വെച്ചത്. അത് കാരണം ഞാൻ ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ചാറ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മോരോ രസമോ സാമ്പാറോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറും മീൻ കറി മാത്രമാണ്. അത് കുറച്ച് ചാറിട്ടെടുത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഒരു ഒഴിക്കാനായിട്ടുള്ളതൊന്നും എടുക്കാതിരുന്നത്. അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആവോലി മീൻ പൊരിച്ചതാണ് കേട്ടോ. ഇന്നലെ മാർക്കറ്റിലല്ല റോട്ടിലോട്ട് പോയപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരമ്മ ഈ ആവോലി മീൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പച്ച മീനായിരുന്നു. അത് കണ്ടപ്പോൾ മേടിക്കണമെന്ന് തോന്നി. 4 ആവോലി മീൻ വാങ്ങിച്ചു. അതിൽ 2 എണ്ണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അത് കാരണം 2 എണ്ണം ഫ്രൈ ചെയ്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സിസ്റ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഉണ്ണാനായിട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ആഹാരം എന്ന് പറയുന്നത്. ഇതാണ് ചോറ്, കപ്പ, ചീര മെഴുക്ക് പുരട്ടി, വള്ളിപ്പയർ, ആവോലി ഫ്രൈ, കൊഴിയാള മുരിങ്ങയിട്ട് വെച്ചത്, ചാറിട്ട് വെച്ചത്. ഇത്രയായിട്ടാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇനിയിപ്പോഴും ഞങ്ങൾ ഉടനെ ഉണ്ണാതിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാ എൻ്റെ ഹസ്ബൻഡും വിളമ്പുന്നുണ്ട് കേട്ടോ. സിസ്റ്ററാണ് ചോറൊക്കെ വിളമ്പുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. ആദ്യം കപ്പയാണ് എടുത്ത് വെച്ചേക്കുന്നത്. സിസ്റ്റർ ചോറ് കൊണ്ടിട്ട് ഇന്ന് സിസ്റ്റർ ലീവിന് വീട്ടിലോട്ട് പോവുകയാണ്. 4 മണിക്ക് സിസ്റ്ററിന് വന്ദേ ഭാരതിലാണ് പോകുന്നത്. ഇപ്പോഴിവിടെ സമയമായി വരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. സിസ്റ്ററെ ആവോലി മീനെടുക്ക്. എടുക്ക് തലഭാഗം എനിക്ക് തല ഇഷ്ടം. തല വെച്ചിരുന്നു. സിസ്റ്റർ മുക്കാലുള്ള എടുത്തേക്ക്, ആവശ്യമുള്ളത് എടുക്ക്. എനിക്ക് കുറച്ച് മതി. 2 എണ്ണം പൊരിച്ചപ്പോഴേ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിതിൽ ഒരു പീസ് മാത്രമേ ഞാനും എടുക്കത്തുള്ളൂ. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത്.
ഒഴിക്കാൻ വേണമായിരുന്നോ സിസ്റ്റർ? വേണ്ട വേണ്ട ഇത് മതി. ഒഴിക്കാൻ വേണമെങ്കിൽ പച്ചമോര് തരാം. കറി എടുത്തു ഞാൻ ഒരുപാട് കറി എടുത്തു.